ഇത് ഹോണ്ട യൂണിക്കോൺ ആണ്. എല്ലാ സാധനവും ഇവിടെ എടുത്ത് വെച്ച്. ഇതാണ് ഗിയർ ബോക്സ്. എൻജിൻ മൊത്തം സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഗോൾഡൻ, നല്ല വെയിറ്റ് ഉണ്ട്. ഇതുകൊണ്ട് ഒരെണ്ണം കൊടുക്കൂടെ എല്ലാ സാധനവും സെറ്റ് ചെയ്തു. അപ്പോൾ വണ്ടിയുടെ ഇപ്പോഴത്തെ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഇത് നോക്കിയേ. ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് വീട്ടിലാണ്. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞായിരുന്നു നമ്മളൊരു വണ്ടിയുടെ സ്ഥലത്ത് സ്പെയർ എടുക്കാൻ പോവുകയെന്ന്. അത് കണ്ടവർക്ക് മനസ്സിലായി കാണും. അപ്പോൾ അത് ഏത് വണ്ടിക്കാണെന്നുള്ളതിനെ കുറിച്ചാണ്. അതുമാത്രമല്ല, നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ആ ഒരു വണ്ടിയുടെ ഫുള്ള് റീബിൽഡ് ചെയ്യാൻ പോവാണ്. റീബിൽഡ് റീസ്റ്റോറേഷൻ, അത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അതിനെ പറയാം. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അത് ഏത് വണ്ടിയാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? ഇപ്പം കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വണ്ടിയാണ് നമ്മളിനി പണിയാൻ പോകുന്നത്. ഇത് ഹോണ്ട യൂണിക്കോൺ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ ഈ ഒരു വണ്ടിയാണ് നമ്മൾ പണിയാൻ പോകുന്നത്. ഇതിൻ്റെ എൻജിനെല്ലാം ഊരി വെച്ചേക്കുവാണ്. എല്ലാ സാധനവും അകത്തിരിപ്പുണ്ട്. മൊത്തം പണിയാനുണ്ട്, കുറേ പണി ചെയ്യാനുണ്ട്. ഇത് കണ്ടില്ലേ, വണ്ടി മൊത്തം ചെളിയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതാണ്ട് 1 വർഷത്തോളം വണ്ടി ഇവിടെ ഇരിക്കുമായിരുന്നു യൂസ് ചെയ്യാതെ. ആ ഒരു ടൈമിലാണ് എൻജിനെല്ലാം ഊരിയത്. ഫുള്ള് പണിയാനുണ്ട്, എല്ലാ സാധനവും മൊത്തത്തിൽ പണിയാനുണ്ട്. ഇവിടെയൊക്കെ ആണെങ്കിൽ ചെറുതായിട്ട് തുരുമ്പൊക്കെ കയറിയിട്ടുണ്ട്. ഇത് ഫുള്ള് ക്ലീൻ ചെയ്യണം, എല്ലാം ഫുള്ള് നല്ല സെറ്റായിട്ട് പണിയണം. ഈ ഒരു സ്റ്റെമ്പും മാറണം. അതിൻ്റെ കണ്ടോ, ഓയിൽ സീലൊക്കെ പോയി, സ്റ്റെമ്പും ചെറിയ സ്ക്രാച്ച് ഉണ്ട്. അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പണിയും ചെയ്യാനുണ്ട്. ഈ വണ്ടിയുടെ സാധനങ്ങളെല്ലാം അകത്തിരിപ്പുണ്ട്. അതെല്ലാം ഞാനിപ്പം കാണിച്ചു തരാം. അതുപോലെ തന്നെ എൻജിനും അകത്തിരിപ്പുണ്ട്. അപ്പോൾ അതെല്ലാം ഇപ്പം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിത് വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സാധനങ്ങൾ നമ്മുടെ വണ്ടിയുടെയാണ്. അപ്പം ഒരു ഹാൻഡിലുണ്ട്. അതുപോലെ തന്നെ പിസ്റ്റണും സിലിണ്ടറും ഇവിടെ ഇരിപ്പുണ്ട്. ചെയിൻ സ്പോക്കറ്റ് ഉണ്ട്. ഇത് റബ്ബർ ബുഷ് കേട്ടോ, ഇതുണ്ട. അതുപോലെ തന്നെ ക്ലച്ച്, സംഭവങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം ഉണ്ട്. ഇത് വെക്കുന്ന സമയത്ത് ഞാൻ എല്ലാം കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത്രയും സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ സാധനങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ഇത് കണ്ടില്ലേ, പഴയ ക്ലച്ച്, പഴയ പിസ്റ്റൺ, ഇത് കണ്ടോ, ഇതിൻ്റെയൊക്കെ കോലം കണ്ടോ. എല്ലാ സാധനവും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എൻജിൻ കേസ് ഇവിടെ ഇരിപ്പുണ്ട്, കാർബറേറ്റർ, ഹെഡ്, വാൽവ്, ഇതിൻ്റെ അതെല്ലാം സാധനങ്ങളാണ് കേട്ടോ വണ്ടിയുടെ. ഇത് ഫുള്ളിനി സെറ്റ് ചെയ്യണം. ഇന്ന് തന്നെ സെറ്റ് ചെയ്യും, പക്ഷേ രാത്രി ആവുമായിരിക്കും. രാത്രിയിലായിരിക്കും എൻജിൻ ഫുള്ള് സെറ്റ് ചെയ്യുന്നത്. അതപ്പം കുറച്ച് കാണിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് ക്രാങ്ക്, ഇത് കണ്ട, ഇതാണ് ക്രാങ്ക്. സെറ്റല്ലേ? അപ്പോൾ ഓക്കെ, ഇനിയിപ്പം ബാക്കി വണ്ടി പണിയുന്ന സമയത്ത് കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ സാധനവും ഇവിടെ ഡീസലൊക്കെ ഒഴിച്ച് കഴുകി വൃത്തിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇവിടെ ചായയൊക്കെ കുടിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടാണ് ഇന്നത് ഫുള്ള് സെറ്റ് ചെയ്യാൻ പോകുന്നത്. സംഭവങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. കണ്ടില്ലേ, ടൂൾസ് ഉണ്ട്, ഗിയർ ബോക്സ് പീസ് എല്ലാം ഉണ്ട്, ക്ലച്ചിൻ്റെ എല്ലാം ഉണ്ട്. ഇത് നമ്മുടെ പുതിയ സിലിണ്ടർ കിറ്റാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നേരെ ഇതിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ഗിയർ ബോക്സ്. 5 ഗിയറും ഉണ്ട് ഇതിൻ്റെ. ഇത് ക്രാങ്ക്, കാണാത്തവർക്ക് വേണ്ടി ഇതാണ് ക്രാങ്ക്. കണ്ടാ, ഇത് നമ്മുടെ ഉപ്പേരി. ഇതിപ്പം തീരും കേട്ടോ, ഇതും ഇപ്പോൾ ഉടനെ തന്നെ തീരുമായിരിക്കും. അയ്യോ, അപ്പോൾ അങ്ങനെ നമ്മുടെ പരിപാടി ഇപ്പം നേരെ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ ഗിയർ ബോക്സും സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ ക്രാങ്കും കയറ്റി സെറ്റ് ചെയ്തു കേട്ടോ. ഇതാണ് സംഭവം. കണ്ടില്ലേ, ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇനിയിപ്പം സൈഡ് കവറും കയറ്റി, സൈഡ് കവറിൽ സെൻട്രൽ കവറും കയറ്റണം. കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു ഡൗട്ട് കാണുമായിരിക്കും, എന്തിനാണ് നമ്മളിപ്പോൾ എൻജിൻ ഊരിയെന്ന്. ഇത് ഈ ഒരു പല്ല് കണ്ടോ, ഈ ഒരു പല്ലിനൊരു ചെറിയ ഡാമേജ് ഉണ്ടായിരുന്നു. ഇതും അതുപോലെ തന്നെ ഇത് രണ്ടും മാറാൻ വേണ്ടിയാണ് ഇത്രയും നമ്മൾ ഊരിയത്. അല്ലായെങ്കിൽ ഇത് ഊരേണ്ട വരത്തില്ലായിരുന്നു. സോ അത് രണ്ടും മാറിയിട്ടുണ്ട്, പുതിയത് വാങ്ങിച്ച് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം നേരെ എൻ്റെ സംഭവങ്ങൾ ബാക്കിയും കൂടെ സെറ്റ് ചെയ്തിട്ട് കാണാം കേട്ടോ. നിങ്ങൾക്കപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഇത്രയും നേരം എൻജിൻ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നവൻ ഇത് വണ്ടിയൊക്കെ ആയിട്ട് ഇത് എവിടെ പോകുവാന്ന്. അപ്പോൾ സംഭവം വേറൊന്നുമില്ല. ഇത് എന്ന് പറയുന്നത് അടുത്ത ദിവസമാണ്, അതായത് ഇന്നലെ നൈറ്റായിരുന്നു നമ്മൾ ഗിയർ ബോക്സ് സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഗിയർ ബോക്സ് എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ സെൻറ്റർ കവർ കയറ്റി വെക്കാൻ നേരത്താണ് അതിൻ്റെ വേണ്ട ഒരു സാധനം കാണാനില്ലെന്ന് മനസ്സിലായത്. അതായത് നമ്മൾ പറഞ്ഞായിരുന്നു, പക്ഷേ അവിടെ കടയിൽ നിന്ന് കിട്ടിയില്ല. ഇത് സെൻറ്റർ കവർ വെക്കുന്ന അവിടെ പാക്കിങ് വരത്തില്ല. അപ്പോൾ ആനാബോണ്ടെന്ന് പറയുന്ന ഒരു പശയുണ്ട്, ആ ഒരു പശ വെച്ചാണ് നമ്മൾ സെൻറ്ററിലെ ആ ഒരു പാക്കിങ്ങിന് പകരം ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു സാധനം ഇന്നലെ കിട്ടിയില്ല. ഇന്നലെ രാത്രി ആയതുകൊണ്ട് എങ്ങനെ കിട്ടാനും വഴിയില്ല. ഇന്നെന്ന് പറയുന്നത് നമ്മൾ അത് വാങ്ങിക്കാനായിട്ട് കട്ടപ്പനയ്ക്ക് പോവാണ്. പിന്നെ വേറൊരു സാധനവും കൂടെ മാറ്റാനും കൂടെ ഉണ്ട്, അതിനായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്.
ഇനിയിപ്പോൾ എന്തായാലും നേരെ കട്ടപ്പന ചെന്ന് സാധനമെല്ലാം വാങ്ങിച്ചിട്ട് കാണാം. അങ്ങനെ നമ്മൾ കട്ടപ്പനയിൽ പോയി സാധനമെല്ലാം വാങ്ങിച്ച് തിരിച്ച് വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഇനിയിപ്പം വീട്ടിൽ ചെന്നിട്ട് വേണം പണിയാനായിട്ട്. ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് പോവാം. കുറേ പണിയുണ്ട് ചെന്നിട്ട്. അയ്യോ. അങ്ങനെ നമ്മൾ സെൻട്രൽ കേസൊക്കെ കയറ്റി ഗിയർ ബോക്സ് എല്ലാം സെറ്റ് ചെയ്ത് ഇവിടെ കിക്കറും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ബാക്കി പരിപാടിയും ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഒത്തിരി കാണിക്കുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ലോങ് ആയി പോവില്ലെങ്കിൽ, കാരണം ഒത്തിരി പണി ചെയ്യാനുണ്ട്. ഓരോന്നായിട്ട് കാണിക്കുവാണെങ്കിൽ നല്ല സമയമെടുക്കും. അപ്പം അതെ ക്ലച്ച് ഹബ് സെറ്റ് ചെയ്യുവാണ്. എന്താ ക്ലച്ച് കറങ്ങുമ്പോൾ നമ്മുടെ പിസ്റ്റൺ കറങ്ങുന്നേ. പിസ്റ്റൺ കൊടുത്തിട്ടില്ല, പിസ്റ്റൻ്റെ കൈയാണ് അത്. ക്രാങ്ക് കറങ്ങുന്നേ കണ്ടാ. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ക്ലച്ച് ഡിസ്കും പ്രഷർ പ്ലേറ്റും കേട്ടോ. കണ്ടില്ലേ, ഓൾമോസ്റ്റ് എല്ലാ സാധനവും പുതിയതാണ്. ചെറിയ ഭാഗങ്ങളൊക്കെ പഴയതായിട്ടുള്ളൂ. ഇപ്പം എല്ലാ സാധനവും നമുക്ക് സെറ്റ് ചെയ്ത് നല്ല കിടുവാക്കി ഇറക്കണം. അപ്പോൾ നമ്മളത് ക്ലച്ചെല്ലാം സെറ്റ് ചെയ്തു. അതുപോലെ അത് 1 വേ ക്ലച്ച് സെറ്റ് ചെയ്തു. ഇനിയിപ്പം റിങ്സൊക്കെ ഇട്ട് പിസ്റ്റൺ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിസ്റ്റണൊക്കെ കയറ്റി ടൈമിൻ്റെയും കയറ്റി. അതുകൊണ്ട് ഇതാ കേട്ടോ സിലിണ്ടർ. ഇവിടെ ഫുള്ള് വെയിറ്റാണ് കേട്ടോ. അപ്പോൾ ഈ സാധനം കൂടെ ഒന്ന് പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം. സിലിണ്ടർ ഞാൻ പോയി. ഇവിടെ ആത്മാർത്ഥതയോടെ പണിയെടുക്കുന്ന പണിക്കാർ തൊപ്പിയൊക്കെ വെച്ചേ പണിയത്തുള്ളൂ. ഞാനത് പിസ്റ്റണും സിലിണ്ടറും എല്ലാം സെറ്റ് ചെയ്തതാണ്. പിസ്റ്റൺ ഇപ്പം ടോപ്പിലാണ്. ഇനി ബാക്കി സാധനങ്ങളും കൂടെ സെറ്റ് ചെയ്യട്ടെ. അതിന് മുമ്പ് നമുക്ക് വാൽവൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. അതും കൂടെ സെറ്റ് ചെയ്തിട്ട് കാണാം. അവനെ ഒളിഞ്ഞ് നോക്കും എന്താ അതിൻ്റെ അകത്ത് കാണാമെന്നോ. എൻജിൻ മൊത്തം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുൾ സാധനവും സെറ്റ് ചെയ്തു. അപ്പം എന്തേ ഇന്ന് വിജയുണ്ട്. പോയി അവനോട് പണിയുന്നുണ്ട്. നമ്മൾ കാർബറേറ്റർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. വണ്ടിയെല്ലാം ഇറക്കിയതേ ഇങ്ങോട്ടും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സാധനം ഇതിലേക്ക് കയറ്റണം. അതിന് മുമ്പ് ആ കാർബറേറ്റർ ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യണം. നമുക്ക് ഈ ഒരു പുതിയ ഓയിൽ ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കാം കേട്ടോ. ഹോണ്ടയുടെ തന്നെയാണ്. ഇങ്ങനെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. തീയൊക്കെ പോടാന്ന് പറഞ്ഞ് പൊട്ടുവാ കേട്ടോ. പെട്രോളൊക്കെ വരാ. അവൻ്റെ വണ്ടിയുടെ പരിപാടി എല്ലാം തീർന്നിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ടെസ്റ്റ് ഡ്രൈവ് പോവാണ്. പോന്ന് നോക്കിക്കേ എൻ്റെ പോലെ. അവൻ്റെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, ഗേറ്റ് തുറന്ന് ഇവനെ പറഞ്ഞു വിട്ടേക്കാം. ഫുഡ് റെസ്റ്റ് ഒന്നും ഇല്ലാതെ കേട്ടോ ടീം. വിറ്റായിരുന്നു, പോയിട്ട് വരട്ടെ. എഞ്ചിനെല്ലാം സെറ്റാണ്. ഇനിയിപ്പം കുറച്ച് പേരെടുത്ത് ഈ ഗാർഡൊക്കെ മാറണം. ഇത് മാറണം. ഈ സൈലൻസറൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കണം. നമ്മുടെ സ്റ്റെമ്പൊക്കെ ഇപ്പോൾ മാറാം, ഉടനെ തന്നെ മാറാം. കുറച്ച് പരിപാടിയുണ്ട്. എല്ലാം ചെയ്തു തുടങ്ങട്ടെ കേട്ടോ. അതെ, സാധനങ്ങളെല്ലാം എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ആദ്യമേ വിജയ്ക്ക് ചെയിൻ പോക്കറ്റ് പൊട്ടിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ മോനെ ഇത് ഏത് ബ്രാൻഡ്? ഇത് അൾട്രാ മൈൽസ് എന്ന് പറയുന്ന ഒരെണ്ണമാണ്. ഇത് നല്ലതാണെന്നാണ് പറഞ്ഞത്. എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കാം. പാക്കിംഗ് ഒക്കെ ഇടുക കേട്ടോ. അതിനാടാ പെയിൻ്റ് കൊടുത്തി ഉണ്ടായിരുന്നാണോ? അല്ലല്ലോ, ഇത് ഓയിൽ സീലല്ലേ. ചെറിയ പോക്കറ്റുണ്ട്, വലിയ പോക്കറ്റുണ്ട്, ചെയിനും ഉണ്ട്. എല്ലാം നല്ല വെൽ പാക്ഡാണ്. കൊള്ളാം. അപ്പോൾ ഇതാണ് നമ്മുടെ സൈലൻസർ ഗാർഡ്. 2 പീസും ഉണ്ട്. ഇതുണ്ട വിജയ് ഓരോന്നോരോന്നായിട്ട് പൊട്ടിച്ച് വെക്കുന്നുണ്ട്. ഇതിൻ്റെ നല്ല അത്യാവശ്യം ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ സാധനങ്ങൾക്ക്. കണ്ടില്ലേ, നല്ല ഗോൾഡൻ പോയി. ഇവിടെ ചെയിൻ അവൻ്റെ അവിടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും പെട്ടെന്ന് പരിപാടി കേൾക്കാം കേട്ടോ. അടി പുതിയ സ്റ്റെമ്പൊക്കെ പൊട്ടിച്ച് വിജയ്. സാധനം അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇത് കാണുന്ന പോലല്ല, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഇതുകൊണ്ട് ഒരെണ്ണം കൊടുക്കൂടെ
ടയറെല്ലാം ഊരി ഇനിയിപ്പോൾ നമ്മുടെ സോക്കറ്റും കൂടെ ഇതേന്ന് ഊരിയെടുക്കാം. ഫുള്ള് വിറ്റാണല്ലോ ഇവിടെ. ടുട്ടടോ എന്താടാ അയ്യടാ എന്താ പോടാ. അൽ വിജയ് പണിയെടുക്കുന്നു. വിജയ് ഇങ്ങോട്ട് നോക്കി, നീ സുന്ദരനാണ് കേട്ടോ. അവനെ തള്ളാന്ന് എനിക്ക് അറിയാം. പുതിയ ഡാമ്പർ പുഷ് ഇടുവാണ് ഗുയ്സ്. ഓക്കെ, അങ്ങനെ നമ്മുടെ ചെയിൻ സോക്കറ്റ് സക്സസ്ഫുള്ളി മാറിയിട്ടുണ്ട്. സെറ്റ് ഇനി ചെയിൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അടുത്തത് പണി ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെയിനും ടൈറ്റ് ചെയ്തു, സെറ്റാക്കി. നമ്മുടെ ഫ്രണ്ടൊക്കെ ഊരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഹെഡ് ഊരി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പതുക്കെ മഡ് ഗാർഡ് ഊരി സ്റ്റമ്പ് ഊരി എടുക്കണം. അത് ആ മഡ് ഗാർഡിൻ്റെ അകത്ത് വരുന്ന പീസ കേട്ടോ. വിജയുടെ അതിസാഹസികമായ ഇവിടെ നമ്മുടെ ഈ സാധനം എല്ലാം മാറിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഹാൻഡിൽ മാറാമെന്ന് വിജയ് പറഞ്ഞു. വിജയ് ഇതാ എൻ്റെടാവേ ഹാൻഡിൽ മൊത്തം തുരുമ്പായിട്ടിരിക്കുകയാണ്. നമ്മുടെ പുതിയ ഹാൻഡിൽ ഇവിടെ കിടപ്പുണ്ട്. ഇതേ കിടക്കുന്നു, കണ്ട. വിജയ് ഇവിടെ വൻ പണിയാണ്. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ സാധനവും കയറ്റി സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ടാങ്കും സൈഡ് ഡോറും സീറ്റും കൂടെ ഉള്ളൂ. എല്ലാ സാധനവും സെറ്റ് ചെയ്തു. അപ്പോൾ അതും കൂടെ കയറ്റി വെച്ച് വണ്ടി കഴുകിയിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് അടുത്ത ദിവസമാണ്. അപ്പോൾ നമ്മൾ വണ്ടിയെല്ലാം പണി തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ രാത്രിയായിപ്പോയി വണ്ടിയെല്ലാം കഴുകി കഴിഞ്ഞപ്പോൾ. പക്ഷെ എന്നാലും ഞാൻ ഒരു വീഡിയോ എടുത്തായിരുന്നു. പക്ഷേ അതത്ര സെറ്റപ്പ് ആയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു സെറ്റപ്പ് ആയില്ല. അപ്പോൾ ഞാൻ വണ്ടി എന്തായാലും നിങ്ങളെ മൊത്തത്തിൽ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ചുമ്മാ വേറെ ലെവലാണ്. വണ്ടി ഓടിക്കാനാണെങ്കിൽ പോലും ഇടുക കേട്ടോ. പക്ഷെ നമ്മുടെ മീറ്റർ വർക്കാകുന്നില്ല. അതിൻ്റെ അകത്തൊരു സാധനം സ്റ്റക്കായിട്ടിരിക്കുവാണ്. അതിനെ ഇന്ന് നോക്കണം സെറ്റാക്കാൻ പറ്റുമോ എന്ന്. എന്തായാലും ഞാൻ വണ്ടി ഒന്ന് എവിടെയെങ്കിലും നിർത്തിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അന്ന് വണ്ടി പണിയുന്ന അന്നും ഇപ്പോഴും വണ്ടി ഇരിക്കുന്നതായിട്ട് എന്ത് വ്യത്യാസം ഉണ്ടെന്ന് നോക്കി. ഫുള്ള് നല്ല വൃത്തിയായിട്ട് എൻ്റെ മോനെ. അയ്യോ. അപ്പോൾ വണ്ടിയുടെ ഇപ്പോഴത്തെ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഇത് നോക്കിയേ എങ്ങനെ ഇരുന്നതല്ലേ. നമ്മുടെ സ്റ്റമ്പെല്ലാം മാറിയിട്ടുണ്ട്, ഫുള്ള് മാറി. എൻജിൻ ഫുള്ള് കയറ്റിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു സൈലൻസറിന് ഈ ഗാർഡിൻ്റെ ഇത് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചെയിൻ സ്പോക്കറ്റൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട, അയ്യോ ഇതുണ്ട, ചെയിൻ സ്പോക്കറ്റ് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡിലും മാറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴെന്ന് പറയുന്നത് വണ്ടി ചുമ്മാ സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് വണ്ടി കാണാനായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട്. അത് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇപ്പം തന്നെ ഏതാണ്ട് 12 രൂപ മുകളിൽ സാധനങ്ങൾക്ക് തന്നെ ആയിട്ടുണ്ട്. അതായത് ഫുള്ള് എല്ലാ സാധനവും വാങ്ങിച്ച് ഇത് കയറ്റിയപ്പോഴേക്കും 12 രൂപ ആയിട്ടുണ്ട്. ചിലവൊന്നും കൂട്ടിയിട്ടില്ല, സാധനങ്ങൾക്ക് മാത്രമാണ് 12 രൂപ ആയത്. എൻ്റെ മോനെ ഇനിയും നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങിക്കാനുണ്ട്, കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ വേറൊരു വണ്ടിയും കൂടെ റീസ്റ്റോർ ചെയ്യാനിരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അത് നമ്മുടെ സ്വന്തം വണ്ടി തന്നെയാണ്. അത് പക്ഷേ കുറച്ച് വിൻറ്റേജ് ആകട്ടോ, നല്ല പഴക്കമുള്ളൊരു വണ്ടിയാണ്. സോ ആ ഒരു വണ്ടിയുടെ റീസ്റ്റോറേഷൻ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഞാൻ ഒരു വണ്ടി റീസ്റ്റോർ ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുമായിരുന്നു. സോ അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ, ടാറ്റാ.